ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണേ. നമ്മുടെ നാട്ടിൽ പണ്ട് പറയും ഇതിന് മടക്കുസാൻ എന്ന് പറയും. ഇത് കുറച്ചുകൂടെ നീളം കാണും, പക്ഷെ ഞാനത് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. 1 പിഞ്ച് അജുവൈൻ, ഓമം എന്ന് പറയും, അതും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറുത്ത എള്ളും കൂടി ഇടാം, അത് ഓപ്ഷനിലാണേ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് മൈദയ്ക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് നന്നായി കുഴയ്ക്കണം. നന്നായി കുഴച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ. 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവറിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവറും മൈദയും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനൊരു ലിക്വിഡാക്കി എടുക്കണം. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്ന സമയം അതിൻ്റെ മുകളിൽ പരത്തുമ്പോൾ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. മാവ് റെസ്റ്റ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്നുകൂടെ മാവ് നന്നായിട്ട് സോഫ്റ്റാകാൻ വേണ്ടിയിട്ട് കുഴയ്ക്കണം. അതിന് ശേഷം ഞാൻ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. ഓരോന്നും ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ ആദ്യം പരത്തണം. എന്നിട്ട് വളരെ നൈസായിട്ട് വേണം പരത്താൻ. അപ്പം മൈദയുടെ പൊടിയോ ഗോതമ്പിൻ്റെ പൊടിയോ ഇട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് ഇത്രയും നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. കനം കുറച്ച്, ഒട്ടുമേ കട്ടി പാടില്ല. എന്നിട്ട് ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ചില്ലേ, അത് അതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം മൈദയുടെ പൊടിയും കൂടെ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കണം. ഒത്തിരിയല്ല, കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ വേറെ ഒരു ചപ്പാത്തി പോലെ പരത്തി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് മടക്കിയെടുക്കണം. മടക്കിയെടുക്കുമ്പോഴും നമ്മൾ ഇതേപോലെ ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം. എണ്ണയും മൈദയും കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കണം. ഈ ലിക്വിഡ് ഈ മാവിൻ്റെ മുകളിൽ കട്ടിയായിട്ട് ഒഴിക്കാൻ പാടില്ല. അത് നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് തടവി നൈസാക്കി എടുക്കണം. അതിന് ശേഷം ഇങ്ങനെ പൊടിയും മൈദയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുഴയ്ക്കുന്നതിൽ വെള്ളം കൂടാൻ പാടില്ല, വെള്ളം കുറയാൻ പാടില്ല. അതേപോലെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താലേ ഇത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഈ മടക്കുസാൻ എന്ന് പറയുന്നത് തട്ടുകടയിൽ ഈ കണ്ണാടി പോലുള്ള അലമാരിക്കകത്തിരിക്കുന്ന ഒരു പലഹാരമാണ്. വേറെ എവിടെ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ ഇത്രയും തിക്നെസ്സിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം ഇത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള മടക്കുസാൻ വരും. പക്ഷെ ഞാനത് കുറച്ചുകൂടെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തേക്കാണേ. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയവും പരത്തി ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് എടുക്കാൻ. കനം കുറയുകയും ചെയ്യാൻ പാടില്ല, കനം കൂടുകയും ചെയ്യാൻ പാടില്ല. എണ്ണ നല്ല ചൂടായിട്ട് നമ്മളിത് എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എണ്ണയിലിട്ട് നല്ല 2 സൈഡും നല്ല മൂത്തതിന് ശേഷം എടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ്. അതേപോലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇതിന് മധുരം വേണം എന്നുള്ളവർ പഞ്ചസാര പാനിയില്ലേ, അതിലിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്ത മധുരവും കിട്ടും. പക്ഷേ ഇവിടെ എനിക്ക് മധുരം വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.